എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്ന റെസിപ്പി ഒരു ബീഫ് കുരുമുളകിട്ട് വഴറ്റിയതാണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബീഫ് കുരുമുളകിട്ട് വഴറ്റിയതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ 1 കിലോ ബീഫാണേ. അത് നമ്മൾ കഴുകി വെള്ളമെല്ലാം വാർത്ത് വെച്ചേക്കും. അത് ഇടുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ഇടണേ. ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലേ ആ ഇറച്ചിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളേ. അത് നമുക്ക് വേണ്ടി ഈ കുക്കറിലേക്ക് ഇടാവേ. 1 കിലോ ഇറച്ചി കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇനി അതിലേക്ക് നമുക്ക് ചുമന്നുള്ളി, ഒരു 10 ചുമന്നുള്ളി. ഇത് നമ്മൾ കഷ്ണിക്കുകയൊന്നും വേണ്ട, പുളന്നൊന്നും ഇടണ്ട. ഇതിങ്ങനെ അങ്ങ് ഇട്ടാൽ കൊടുത്താൽ മതി. ഈ ചുമന്നുള്ളി 10 എണ്ണവേ. ഇതൊക്കെ സബോളയൊക്കെ പിന്നെ വഴറ്റാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചതാണ്. അതായത് 1 ടേബിൾ സ്പൂണേ, അതിൻ്റെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതിടുക. ഇത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണേ, അതും നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരിയുടെ നമുക്ക് പിന്നെ വഴറ്റുന്ന സമയത്തിടാവേ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. പിന്നെ മസാലപ്പൊടി, അതാണല്ലോ ഇറച്ചിക്കട പ്രധാനം എന്ന് ഞാൻ പറയുന്ന പോലെ, അത് 1 ടീസ്പൂണ് ഇടുവാണേ. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് ചതച്ചതാണേ, അതാണല്ലോ ഇതിൻ്റെ മെയിൻ. അത് നമുക്ക് ചെറിയ 1 ടീസ്പൂൺ ഇതിലിട്ട് കൊടുക്കുവാണ്. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ടീസ്പൂണിൻ്റെ കാണിച്ചത്. കണ്ടോ, ഇതിന് ഞാൻ 2 എണ്ണം ആകുമ്പോൾ 1 ടീസ്പൂൺ ആവുക. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി അടുപ്പത്ത് വെക്കാവേ. ഇളക്കി, വെള്ളം ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ലേ. ഇത് ഇളക്കി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു 4 വിസിൽ മീഡിയം ഇത് നമ്മൾ അടിക്കണേ. ഓരോരുത്തർ മേടിക്കുന്ന ഇറച്ചിയുടെ അനുസരിച്ച്, വേവ് അനുസരിച്ച് കുക്കറ് പിന്നെ വിസിൽ അടുപ്പിക്കണേ. ഈ ഇറച്ചി ഞാൻ നോക്കിയിട്ട് ഒരിച്ചിരി മൂപ്പ് കുറവാണ്, അത് 4 വിസിൽ ഞാൻ അടിക്കാൻ. ഇനി ഇത് നമുക്ക് എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് അടുപ്പേ വെക്കാം. ഒട്ടും വെള്ളമില്ല, ഇതിൽ നിന്ന് വെള്ളം ഊറി വരുവേ. പിന്നെ വഴറ്റുന്ന കാണിക്കാം. നമ്മൾ കുക്കറെ ഇറച്ചി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പയിലോട്ട് നമുക്ക് കുക്കർ ഒരു 4 വിസിൽ വരെ വേകട്ടെ. മീഡിയം ആണ് വേവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഇറച്ചി ഓരോ സൈസാണ്, അതുപോലെ നിങ്ങൾ വേവിച്ചോണം. ഇത് ഞാൻ ഈ ഇറച്ചിയുടെ ചെറിയ ഇളപ്പനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതേണ്ട ഒരു ചീനച്ചട്ടി നമ്മൾ ഇപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ട, വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടത് സബോളയാണ്. നമ്മൾ സബോള ഇട്ട് കൊടുക്കുവാണ്. സബോള ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഓരോന്ന് അടുത്തതില്ലാതെ അതിലേക്ക് നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാവേ. എണ്ണ കുറവ് വേണ്ടവർക്ക് കുറവ് ഒഴിക്കണം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കണം. ഞാൻ 1.5 ടേബിൾ സ്പൂണേ ഒഴിച്ചുള്ളൂ. കാരണം നമുക്ക് ഞാൻ ഇറച്ചിയിലൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കിത് പിന്നെ നെയ്യ് ഇച്ചിരി ഇട്ടിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ 100 വരും, അതുകൊണ്ടാണ്. ഇതൊരു സ്പൂണിലും വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പച്ചമുളക് ഞാനൊരു 4 എണ്ണം ഈ രീതിയിൽ അരിഞ്ഞേക്കുവാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ സബോള, ഒരു ചെറിയ തക്കാളിക്ക, 4 പച്ചമുളക്, ഇച്ചിരി കരിയാപ്പില ഇട്ട് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്പം, ഞാൻ പറഞ്ഞില്ലേ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചാണ് നമ്മൾ വെച്ചത്. അതിൻ്റെ 1/2 ടീസ്പൂൺ ഇറച്ചിക്കിട്ട്, ടേബിൾ സ്പൂണിൻ്റെയാണ്. ബാക്കി 1/2 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇടുക. അതിൻ്റെ ബാക്കി അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതിലേക്ക് ഇടുക. 2 ഓരോ ടേബിൾ സ്പൂൺ ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതൊന്ന് മൂത്ത് വരട്ടെ. എല്ലാം വഴന്നിട്ടുണ്ട്. തക്കാളിയും സബോളയും കരിയാപ്പിലയും ഇഞ്ചി ചതച്ചതിൻ്റെയും വെളുത്തുള്ളി ചതച്ചതിൻ്റെയും എല്ലാം, ഇതിൻ്റെ എല്ലാം നമ്മൾ പകുതി അവത്ത ഇട്ടിട്ടുണ്ട്. തക്കാളി മാത്രമേ ഈ ഒരെണ്ണം വിത്തേല ഇട്ടിട്ടുള്ളൂ. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത്രയും വഴന്നാൽ മതിയേ. ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വേണ്ട, നമ്മൾ അധികം ഇട്ടുകൊണ്ട് ഇതിന് കളറിന് വേണ്ടിയേ. പിന്നെ നമ്മൾ അതിലിട്ടത് ഈ പൊടി പിന്നെ എരിവുള്ള ചില്ലി പൗഡറായിരുന്നു ഇട്ടത്. ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരിയുടെ പൊടി ഇടുവാണ്. മറ്റേത് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക്
1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ അതിലിട്ടില്ല, കാരണം ഇത് മൂക്കണം, മല്ലിയും മുളകും ഒന്ന് മൂത്ത് വരണം, അതുകൊണ്ടാണ് ഞാൻ അതിലിടാൻ. ഇനി നമുക്കിതിലേക്ക് അല്പം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതാണല്ലോ ഇറച്ചിക്ക് വേണ്ടത്. ഇത് ചെറിയ 1 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട്. ഇനി ഉപ്പ് ഇപ്പം ഇടുന്നില്ല, നമ്മൾ ഇറച്ചി നോക്കിയിട്ടേ ഉള്ളൂ. ഇറച്ചി നമ്മുടെ കുക്കറിൽ 2 എണ്ണമായ, ബാക്കി കൂടെ അടിക്കട്ടെ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റാണ് നമ്മൾ കുരുമുളകിലാണല്ലോ വഴറ്റി വെക്കുന്ന ബീഫ്. അപ്പം നമുക്ക് കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഒക്കെ ലാസ്റ്റ് നമുക്കിടണേ. ഇതിങ്ങനെ വഴന്ന് വരട്ടെ. വഴന്ന് വന്ന് നമുക്ക് ഇറച്ചി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇടാവേ. നമ്മുടെ വഴന്ന് വന്നിട്ടുണ്ട്, ഇതെല്ലാം വഴന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇറച്ചി നമ്മൾ 4 മീഡിയം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറച്ചി അപ്പം വെന്ത് ഉപ്പും ഉണ്ട്, ഞാൻ നോക്കിയേ. ഇത്രയും വെള്ളമേ അധികം ഉള്ളൂ വെന്തിട്ട്. ആ ഇറച്ചിയിലെ വെള്ളം ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അതിലേക്ക് കുടഞ്ഞിടാവേ. ഈ വെള്ളത്തോടു കൂടി അങ്ങ് കുടഞ്ഞിടുവാണ്, ഇച്ചിരിയേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ടാണ് ഒത്തിരി വെള്ളമായിരുന്നാൽ നമുക്ക് മാറ്റി വെക്കണമായിരുന്നു. നമ്മളെ ബീഫ് ആ വഴറ്റിയതിനകത്തെല്ലാം കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇത് കുരുമുളകിട്ട ബീഫ് വരട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കല്ലേ, ഇച്ചിരി വെള്ളത്തിൽ വേണേ, ഒരു പെരണ്ടിരിക്കണേ. ഞാൻ ബീഫ് ഫ്രൈയും ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ബീഫ്, അതിന് നമ്മൾ കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതാണല്ലോ മെയിന്, കുരുമുളക് ചതച്ചതാണ് ഇട്ടത്. ഇനി അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ പെരുംജീരകപ്പൊടി, നമ്മൾ പെരുംജീരകപ്പൊടി ഇട്ടില്ലായിരുന്നേ. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനല് ഒരു 4 ഏലക്ക നമ്മളിങ്ങനെ വാ പൊട്ടിച്ചാണ് ഇടുന്നത്. ഞാൻ എല്ലാത്തിലും അത് ഇറച്ചിയും ചിക്കനും ഒക്കെ വെക്കുന്നത് ഇടുന്നുണ്ട്. ഇങ്ങനെ വാ പൊട്ടിച്ചിട്ടാൽ മതിയേ. 4 എണ്ണമാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് നമുക്ക് ഇളക്കണം. എല്ലാം കൂടെ നമുക്കത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ മെയിൻ ഇത് കുരുമുളക് പൊടി, അത് ചതച്ചത് വേണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ളത്. ഇത് കാണാത്തവരൊക്കെ എൻ്റെ ആ ബീഫ് പരളനും പിന്നെ ബീഫ് ഫ്രൈയും ഒക്കെ ഒന്ന് കയറി കാണണേ. ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീ നമുക്ക് അടച്ചു വെക്കാം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ചെറിയ തീ നമുക്ക് പിന്നെയും തുറന്ന് ഇളക്കി അങ്ങനെ ആക്കി എടുക്കാവേ. ഒത്തിരി ഡ്രൈ ആകല്ല. ഇങ്ങനെ കുരുമുളക് ഇട്ട് വഴറ്റിയ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ. നല്ല മണവും നല്ല ടേസ്റ്റും ആ മസാലയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല ഇതുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയാം മേലാത്തവർക്ക് വേണ്ടിയാണ്. എൻ്റെ ഇന്നത്തെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.